എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട സ്പോട്ട് അഡ്മിഷനുള്ള നിർദ്ദേശങ്ങൾ വന്നു. വിദ്യാർത്ഥികൾക്ക് വേക്കൻസി പൊസിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/FYUGP2024/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ വേക്കൻസി പൊസിഷനും മനസ്സിലാക്കാവുന്നതാണ്. വേക്കൻസി പൊസിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾക്ക് എത്ര വേക്കൻസിയാണ് ഓരോ കോഴ്സുകൾക്കും ഉള്ളത്, അതുപോലെ ഏത് കോളേജിലാണ് വേക്കൻസി ഉള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട സ്പോട്ട് അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ മേഖലകളിലെ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 5 സെനറ്റ് ഹാൾ, കേരള സർവകലാശാല പാളയത്ത് വെച്ച് നടക്കുന്നതാണ്. സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് കോളേജുകളിലെ 1ാം വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള ഒഴിവുള്ള കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്ക് അതത് വിഭാഗങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. ഒഴിവുള്ള സീറ്റുകളുടെ വിവരം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മേഖല തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ തീയതി ഓഗസ്റ്റ് 5 2024, സ്ഥലം സെനറ്റ് ഹാള്, അതുപോലെ തന്നെ കേരള സർവകലാശാല പാളയം. അതായത് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ആലപ്പുഴയും പത്തനംതിട്ടയിലുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനമാണിത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയുടെ പ്രിൻ്റ് സഹിതം മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്ററുകളിൽ രാവിലെ 10 മണിക്ക് മുൻപായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 11 മണി വരെ. ഈ ഒരു സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം, അതായത് ഓതറൈസേഷൻ ലെറ്റർ നൽകി രക്ഷാകർത്താവിനെ അയക്കാവുന്നതാണ്. നിലവിൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പ്രവേശനം ഉറപ്പായാൽ മാത്രമേ TC വാങ്ങാൻ പാടുള്ളൂ. അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾക്ക് അഥവാ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ TC വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നിലവിൽ കിട്ടിയുള്ള സീറ്റ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ സീറ്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ള കോളേജിൽ നിന്നും TC വാങ്ങിക്കാൻ പാടുള്ളൂ. കാരണം അഥവാ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് TC വാങ്ങിയാൽ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ സീറ്റ് കൺഫേം ആയി ഉറപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ TC വാങ്ങാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം യോഗ്യതയും അതുപോലെ ജാതിയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ ഉണ്ടായിരിക്കേണ്ടതാണ്. കോളേജും കോഴ്സും അലോട്ട് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുകയില്ല. ഇതുവരെ അഡ്മിഷൻ ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ്, അതായത് SC/ST വിഭാഗങ്ങൾക്ക് 930 രൂപ, മറ്റ് സംവരണ വിഭാഗക്കാർക്ക് 1850 രൂപയും അടക്കണം. ഇതിനായിട്ട് പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല. മുൻപ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെ കോപ്പി ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് അതായത് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഓഗസ്റ്റ് 5 സെനറ്റ് ഹാളിൽ, അതായത് കേരള സർവകലാശാലയുടെ പാളയത്തുള്ള സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.